ഹലോ ഗൈസ്, ദിസ് ഈസ് അന്ന. ദില്ലി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ 2025 നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വേക്കൻസിയാണ് നെക്സ്റ്റ് ഇയറിൽ. ഓക്കെ, ഇതിൽ എത്ര വേക്കൻസീസ് വരുന്നുണ്ടോ എന്ന് പലരും നമ്മൾ കേട്ടു, പക്ഷെ കറക്റ്റായിട്ട് നമുക്കൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി 1-2 RTA റിപ്ലൈ ഞാൻ കണ്ടിരുന്നു. അതിന് മുന്നേ RTA എന്താണെന്ന് പറയാം. ഇത് ssc.gov.in എന്ന വെബ്സൈറ്റാണ്. ഇവിടെ അത് കണ്ടോ, RTA റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നൊരു കോളമുണ്ട്. നമുക്ക് ഗവൺമെൻറ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് അവർക്ക് ലെറ്റർ അയക്കാം. നമുക്ക് RTA അതിന് മറുപടിയും തരുന്നതായിരിക്കും. അങ്ങനെ പലരും അറിയാൻ ആഗ്രഹിച്ചിട്ട് യൂട്യൂബേഴ്സ് RTA ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൽ 2025 ഡ്രൈവർ വേക്കൻസി എത്രയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് RTA ഫയൽ ചെയ്തു. അതിന് 2 റിപ്ലൈസ് നമുക്ക് ഓൺലൈൻ കാണാനും കഴിയുന്നുണ്ട്. ഒന്ന് ഇവിടെ 13/11/2024 ആപ്ലിക്കേഷൻ ഇട്ടതാണ്. അതിൽ അവർ എത്ര വേക്കൻസീസ് ആണ് ഇവിടെ പറയുന്നത്? 515 കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെ പോസ്റ്റ് ലൈൻ വേക്കന്റ് ഇൻ ഡൽഹി പോലീസ് ആണ് അന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഡിസംബറിലും RTA ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവര്. അതിലൊരു ഡിഫറെന്റ് എമൗണ്ട് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ RTA 7/12/2024 അവർ രജിസ്റ്റർ ചെയ്തു. അതിൽ 485 പോസ്റ്റ് വേക്കന്റ് ആണെന്നുണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടിലും 2 റിപ്ലൈ ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശ രൂപം അനുസരിച്ച് 2025 ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൽ 500-600 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നമുക്ക് വേക്കൻസീസ് പ്രതീക്ഷിക്കാം എന്നാണ് നമുക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എത്ര വേക്കൻസി ഉണ്ടായിരുന്നു? 1411 വേക്കൻസീസ് ഉണ്ടായിരുന്നു ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൽ. അതിൽ 1,94,000 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 1,15,000 പേര് എക്സാം കൊടുത്തു. 27,500 പേരാണ് ഫിസിക്കലിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നത്. അതിൽ 15,000 പേര് ഫിസിക്കൽ പാസ്സായിട്ടുണ്ട്. കറക്റ്റ് എമൗണ്ടിൽ എറൗണ്ട് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ 15,000-നകത്ത് ഒരു 13,000 എറൗണ്ട് ട്രേഡ് പാസ് ഔട്ടായ കുട്ടികളായിരുന്നു അല്ലെ. അതിൽ നിന്നാണ് ഈ 1,411 പേരെ ഫൈനലിൽ വിളിച്ചത്. കട്ട് ഓഫ് ഒക്കെ നമുക്കറിയാം ഹൈ ആയിരുന്നു. ജനറലിന്റെ 76 എറൗണ്ട് ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് 75 to 80 ഫൈനൽ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇപ്പോഴേ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രിപ്പയർ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ആവുന്ന ഒരു എക്സാമാണ്. ഓക്കെ, ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ഇൻഫോം ചെയ്യാം കൂടുതൽ കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു ഗൈസ്. ബൈ.